നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മാരക രാസലഹരിയായ MDMAയുമായി 5 പേർ പോലീസ് പിടിയിൽ. കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായി വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശി സ്റ്റേഷൻ റൌഡി സുമൻ പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് 36 കൊല്ലം തടവും 2.5 ലക്ഷം രൂപ പിഴയും. തൃശൂർ കോർപ്പറേഷനിലെ മുൻ BJP കൌൺസിലർ ലളിതാംബിക CPIയിൽ ചേർന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് കോലഴി പഞ്ചായത്തിലെ കുറ്റൂരിൽ റോഡ് നവീകരണം. വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും വോൾ ഫാനും കൈമാറി. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മാരക രാസലഹരിയായ MDMA വിൽപ്പനയ്ക്കായി എത്തിയ 2 യുവതികളും MDMA വാങ്ങാനെത്തിയ 3 യുവാക്കളും പിടിയിൽ. പ്രതികൾ റിമാൻഡിൽ. KSRTC ബസ്സിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരം ലഭിച്ചതനുസരിച്ച് തൃശൂർ റൂറൽ ലഹരിവിരുദ്ധ സേനയിലെ അംഗങ്ങൾ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ ഉച്ചയ്ക്ക് ശേഷം നടത്തിയ പരിശോധനയിലാണ് മാരക രാസലഹരിയായ MDMAയുമായി വന്ന 2 യുവതികൾ കയ്പമംഗലം ചളിങ്ങാട് സ്വദേശികൾക്ക് കൈമാറുന്നതിനിടെ 5 പ്രതികളെ പിടികൂടിയത്. കോട്ടയം വൈക്കം നടുവിൽ സ്വദേശിനി ഒതലത്തറ വീട്ടിൽ വിദ്യ, കോട്ടയം വൈക്കം സ്വദേശിനി അഞ്ചുപറ വീട്ടിൽ ശാലിനി എന്നിവരാണ് മാരക രാസലഹരിയായ MDMA KSRTC ബസ്സിൽ കടത്തിക്കൊണ്ടുവന്നത്. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശികളായ വൈപ്പിൻ കാട്ടിൽ വീട്ടിൽ ഷിനാജ്, അജു എന്നറിയപ്പെടുന്ന ആനക്കൂട്ട് വീട്ടിൽ അജ്മൽ, അച്ചു എന്നറിയപ്പെടുന്ന കടവിൽ വീട്ടിൽ അജ്മൽ എന്നിവരാണ് MDMA വാങ്ങാനായി എത്തിയിരുന്നത്. സംഭവത്തിന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായി അറസ്റ്റിലായ വധശ്രമമടക്കം നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശി സ്റ്റേഷൻ റൌഡി സുമനെ ജയിലിലടച്ചു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ പരിസരത്ത് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി കൈവശം സൂക്ഷിച്ച വരന്തരപ്പള്ളി പൗണ്ട് കലവറക്കുന്ന് സ്വദേശി മുല്ല വീട്ടിൽ സുമനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സുമൻ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 വധശ്രമ കേസിലും 5 അടിപിടി കേസിലും, ഭാര്യയായിരുന്ന സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയ കേസിലും, മദ്യലഹരിയിൽ മറ്റുള്ളവരുടെ ജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച 1 കേസിലുമടക്കം 10 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO മനോജ് KN, SI ധനീഷ് PD, GSI മനോജ് CG, CPO അജേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ 36 കൊല്ലം തടവിനും 2.5 ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 36 വർഷം തടവും 2,55,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് ജയ പ്രഭു ഉത്തരവിട്ടു. പഴുവിൽ കുറുമ്പിലാവ് സ്വദേശിയായ തോട്ട്യാൻ വീട്ടിൽ ജോമി എന്നയാളെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ സൂരജ് K, ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. കേസിന്റെ വിചാരണ വേളയിൽ 11 സാക്ഷികളെ വിസ്തരിക്കുകയും 19 രേഖകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു. തൃശൂർ കോർപ്പറേഷനിലെ മുൻ BJP കൌൺസിലർ ലളിതാംബിക CPIയിൽ ചേർന്നു. കുട്ടൻകുളങ്ങര ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തൃശൂർ കോർപ്പറേഷൻ കുട്ടൻകുളങ്ങര ഡിവിഷനിൽ 2015-2020 കാലഘട്ടത്തിൽ BJP കൌൺസിലറായിരുന്നു ലളിതാംബിക. CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ CPI സംസ്ഥാന കൌൺസിൽ അംഗം KK വത്സരാജ് ലളിതാംബികയെ CPIയിലേക്ക് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ലളിതാംബികയുടെ CPIയിലേക്കുള്ള പ്രവേശന ചടങ്ങ് KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു.
കൌൺസിലർ ആയിരുന്ന കാലത്ത് ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്നത് അറിയാവുന്ന ജനങ്ങൾ തന്നെ വീണ്ടും ജയിപ്പിക്കുമെന്ന് ലളിതാംബിക പറഞ്ഞു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPM തൃശൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അനൂപ് ഡേവിസ് കാട തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷനിലെ നിലവിലെ LDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു BJPയിൽ ചേർന്ന ദിവസം തന്നെ മുൻ BJP കൌൺസിലർ CPIയിൽ ചേർന്നത് വാശിയേറിയ തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഒരുങ്ങിയ LDFനെ സംബന്ധിച്ച് മധുര പ്രതികാരമായി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് കോലടി പഞ്ചായത്തിലെ കുറ്റൂരിൽ റോഡ് നവീകരണ പ്രവൃത്തികൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് BJP പ്രവർത്തകർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. കുറ്റൂർ 14-ാം വാർഡിലെ മദർ സ്ട്രീറ്റ് റോഡ് വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി റോഡിന്റെ വശങ്ങളിലെ മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനിടെയാണ് പ്രദേശത്തെ കോൺഗ്രസ് BJP പ്രവർത്തകർ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത് ചട്ടലംഘനമാണെന്ന് ആരോപിച്ച് പ്രതിഷേധക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. നിർമ്മാണ പ്രവൃത്തികൾക്കായി കൊണ്ടുവന്ന വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കണമെന്നും ഇവിടെ നിന്ന് നീക്കം ചെയ്ത മണ്ണ് തിരികെ കൊണ്ടിടണമെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. വിയ്യൂർ SHO KP മിഥുന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ പുതിയതല്ലെന്നും കഴിഞ്ഞ മാസം 22-ന് സൈറ്റ് നിർമ്മാണ പ്രവൃത്തികൾക്കായി കൈമാറിയിട്ടുള്ളതാണെന്നും കോൺഗ്രസ് ഭരിക്കുന്ന സമീപ വാർഡുകളിൽ ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ടെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വികാസ് രാജ് പറഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് പണികൾ നിർത്തിവച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതുപോലെ പ്രവർത്തിക്കുമെന്നും വികാസ് രാജ് അറിയിച്ചു. വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും വാൾ ഫാനും കൈമാറി. ചാലക്കുടി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സംയുക്ത സംരംഭമായ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊരട്ടി ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുസ്തകങ്ങളും വാൾ ഫാനും കൈമാറി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K അനുപ്രിയ അധ്യക്ഷയായി. പ്രിൻസിപ്പാൾ സിസ്റ്റർ റോഷ്നി വോൾഫാനും പുസ്തകങ്ങളും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MA മിനിമോൾക്ക് കൈമാറി. ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു, ജസ്റ്റിജ ജോസ്, KP അയന, ലൂസി എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. യുവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില ഉച്ചയോടെ 75 രൂപ കൂടി ഗ്രാമിന് 11,645 രൂപ, പവന് 93,160 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മാരക രാസലഹരിയായ MDMA-യുമായി 5 പേർ പോലീസ് പിടിയിൽ. കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായി വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശി സ്റ്റേഷൻ റൌഡി സുമൻ പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് 36 കൊല്ലം തടവും 2.5 ലക്ഷം രൂപ പിഴയും. തൃശൂർ കോർപ്പറേഷനിലെ മുൻ BJP കൌൺസിലർ ലളിതാംബിക CPIയിൽ ചേർന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് കോലടി പഞ്ചായത്തിലെ കുറ്റൂരിൽ റോഡ് നവീകരണം. വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും വാൾ ഫാനും കൈമാറി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും.
തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർട്ട് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.